സുമേഷ് അച്യുതൻ കോൺഗ്രസ് നേതാവ് കൂടെ ചേരുകയാണ്. ശ്രീ സുമേഷ്, വലിയൊരു തട്ടിപ്പാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. അതിന് ഇരകളായവർ ഏറെയും സ്ത്രീകൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് പാലക്കാട് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ ഇവർ പരാതി നൽകിയിട്ട് പോലും മന്ത്രിയുടെ പേരോ ഒന്നും തന്നെ പറയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ ജനതാദളിലൊരു മെമ്പർ കൂടെ ചേർന്നിട്ടാണ് ഇവർക്ക് പരാതി കൊടുക്കാൻ പോയത്. അപ്പോൾ ഈ മന്ത്രിയുടെ പേരൊന്നും തന്നെ പറയരുത് എന്നുകൂടെ പറഞ്ഞിരിക്കുകയാണ്. ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം ഇതിൽ മന്ത്രിക്ക് എന്താണ് പങ്ക് എന്നാണ് ഇനി അറിയേണ്ടത്. കേരളത്തിൽ ഉടനീളം നടന്നിരുന്ന ഒരു തട്ടിപ്പാണ്. പക്ഷെ ചിറ്റൂരില് ഇത് മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫും മന്ത്രിയുടെ വിശ്വസ്തരായിട്ടുള്ള യുവജന വിഭാഗം സംസ്ഥാന പ്രസിഡന്റും KSEBയുടെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള മന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തരായ ആളുകളാണ് ഇവിടെ ബിനാമികളായ കുറച്ച് സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ട് ഈ സാധാരണക്കാരുടെ നിന്ന് പണം പിരിച്ചിരിക്കുന്നത്. ഈ മന്ത്രിയുടെ വിശ്വസ്തർ എന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ അനുമതിയില്ലാതെ, മന്ത്രിയുടെ കൺകറൻസും മന്ത്രിയുടെ നിർദ്ദേശവും ഇല്ലാതെ ഒരു പ്രവൃത്തിയും ചെയ്യാത്ത ആളുകളാണ് ഈ മന്ത്രിയുടെ അത്രയും വിശ്വസ്തരായിട്ടുള്ള ആളുകൾ. അവരെ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് മന്ത്രിക്ക് നേരിട്ട് ഇതിൽ പങ്കുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. ഈ തട്ടിപ്പിൽ ചിറ്റൂരില് നടന്നത് മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചതായതുകൊണ്ട് അത് ഇപ്പൊ നിലവിലുള്ള ഒരു അന്വേഷണം പര്യാപ്തമല്ല. കാരണം ഇവിടെ എല്ലാ കേസുകളും ഇപ്പോൾ DGPയുടെ നിർദ്ദേശപ്രകാരം അനന്തകൃഷ്ണന്റെ പേരിൽ മാത്രമായിട്ട് FIR ഇടുകയാണ്. പക്ഷെ ചിറ്റൂരിലെ കേസ് മന്ത്രിയുടെ ഓഫീസ് നേരിട്ടായതുകൊണ്ട് ഇത് അവരുടെ പേരുകളൊന്നും വരാതിരിക്കാൻ വേണ്ടി മന്ത്രിയുടെ ഇടപെടലുണ്ട്. അപ്പൊ അത് ഒരു മറ്റൊരു ഏജൻസിയെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നമുക്ക് ഈ വിഷയത്തിൽ വേണ്ടത്. ഇതിന്റെ ഇപ്പോൾ ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം നിങ്ങൾ എന്ത് നടപടികളിലേക്ക് കടക്കാനാണ് പോകുന്നത്? ഞങ്ങള് ഈ വിഷയം അറിഞ്ഞ ഉടൻ തന്നെ ചിറ്റൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഇനി കുറച്ചുകൂടെ അതിന്റെ വിശദ വിവരങ്ങൾ, കാരണം ഈ പരാതിക്കാർ ഇപ്പൊ നേരിട്ട് വന്ന് പരാതി പറയുന്നില്ല, ഭീഷണിയാണ്. മന്ത്രിയും മന്ത്രിയുടെ പാർട്ടി എന്ന് പറയുന്ന, ഇപ്പൊ അങ്ങനെ ഈ പറയുന്ന ജനതാദൾ എന്നൊരു പാർട്ടി ഇല്ലല്ലോ. അപ്പൊ മന്ത്രിയുടെ പാർട്ടി എന്ന് പറയുന്ന ആളുകൾ ഈ പൈസ മുടക്കിയ ആളുകളെ ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങൾ പരാതി കൊടുത്താൽ പണം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള ഭീഷണിപ്പെടുത്തൽ കാരണമാണ് ഇവർ ഈ പരാതി നൽകാത്തത്. അവരാരെങ്കിലും മന്ത്രിയുടെ പേരോ ഈ ഓഫീസിലെ സ്റ്റാഫിന്റെയോ ഈ ഉന്നത നേതാക്കളുടെയോ പേര് പറയുകയാണെങ്കിൽ ശക്തമായി തന്നെ ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും ഈ വിഷയത്തെ ഞങ്ങൾ നേരിടും. ശരി, വളരെ നന്ദി ശ്രീ സുമേഷ് അച്യുതൻ പ്രതികരിച്ചതിൽ.